ഒടുവിൽ പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇറാനും. സ്വന്തം കൂട്ടുകാരനെ പോലെ കണ്ട ഇറാൻ പാകിസ്ഥാനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഏത് കാര്യത്തിലാണെന്നല്ലേ? 34,000 പാകിസ്ഥാനി നാഷണൽസിനെ ഇറാനിൽ നിന്ന് നാട് കടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെടികൊണ്ട് ജാകാന സമയം കാണുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പാക് പൗരന്മാരോട്, ഇറാനിലുള്ള പാക് പൗരന്മാരോട് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 50,000 പാകിസ്ഥാനികളെയാണ് ഇറാൻ മൊത്തത്തിൽ ഡീപ്പോർട്ട് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 34,000 പേരോട് പാകിസ്ഥാനിലേക്ക് പോകാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മെനി പാകിസ്ഥാനി നാഷണലിസ്റ്റ് അറ്റംപ്റ്റ് ടു എൻ്റർ ഇറാൻ ഇല്ലീഗലി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാനിൽ ജീവിക്കാൻ ഇനി നിവർത്തിയില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, രാജ്യം പിളരാൻ പോകുന്നു, വെള്ളമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇറാനിലേക്ക് ഇല്ലീഗലായിട്ട് കയറാനായി നുഴഞ്ഞുകയറ്റത്തിനായി ഇൻഫിൽട്രേറ്റ് ചെയ്യാനായി പാകിസ്ഥാനിൽ നിന്ന്, അതായത് നമ്മളെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആൾക്കാർ നുഴഞ്ഞു കയറുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ആൾക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമം അവിടെ നടക്കുമ്പോൾ ഇറാൻ അത് വലിയ തലവേദനയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വാർണിംഗ് ഇറാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നുഴഞ്ഞു കയറിയാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇറാൻ പെരുമാറുന്നത് എന്നാണ് പറയുന്നത്. സൗദി ഹാസ് ആൾസോ വാണ്ട് പാകിസ്ഥാൻ ടു നോട്ട് സെൻഡ് ബെഗേഴ്സ്, പിക് പോക്കറ്റേഴ്സ് അണ്ടർ ഗൈസ് ഓഫ് പിൽഗ്രിംസ്. അതായത് സൗദിയും പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചുപറിക്കാരെയും കൊള്ളക്കാരെയും ഒന്നും ഇങ്ങോട്ട് കയറ്റി അയക്കരുത്, പ്രത്യേകിച്ച് യാചകരെ കയറ്റി അയക്കരുത്. ഇവിടെ ഹജ്ജിൻ്റെ വിസ എടുത്ത് വന്നിട്ട് അവർ ഇവിടെ അബ്സ്കോണ്ട് ആവുകയാണ് ചെയ്യുന്നത്. പല സ്ഥലത്തും ചെന്ന് യാചിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് തിരിച്ചയക്കുകയാണ് സൗദി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും പാക് ഗവൺമെന്റ് കമ്മിറ്റി സേസ് ഗൾഫ് കൺട്രീസ് അവോയ്ഡിംഗ് ഹയറിംഗ് പാകിസ്ഥാൻസ് ബിക്കോസ് ദേ ഹാവ് ഏൺഡ് റെപ്യൂട്ടേഷൻസ് ആസ് ബെഗേഴ്സ് ആൻഡ് ക്രിമിനൽസ്. അതായത് പല GCC രാജ്യങ്ങളിലും ഇത് തന്നെയാണ് പാകിസ്ഥാനികളുടെ അവസ്ഥ. പാകിസ്ഥാനികൾ അവിടെ ബെഗർമാരായും ക്രിമിനൽമാരായും അധിവസിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാനും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.